ഏകീകൃത കുർബാന അർപ്പിക്കാൻ കോടതി അനുമതി നൽകിയ എറണാകുളത്തെ മാതാനഗർ വേളാങ്കണ്ണി മാതാപള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനാനിയിൽ. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഫൊറോനയുടെ കീഴിലുള്ളതാണ് കടവന്ത്രയിലെ മാതാനഗറിലുള്ള വേളാങ്കണ്ണി മാതാപള്ളി. ഇടവകാംഗമായ ഫാദർ ജേക്കബ് കുത്തൂരിന്റെ സഹോദരിയുടെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് മാർ റമജിയോസ് ഇഞ്ചനാനിയിൽ മാതാനഗർ പള്ളിയിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന ജൂബിലി ആഘോഷത്തിൽ റമജിയൂസ് പിതാവിനൊപ്പം താമരശ്ശേരി രൂപത വികാരി ജനറാളും ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ഹർജിയിൽ മാതാനഗർ പള്ളിയിൽ ഏകീകൃത കുർബാനയല്ലാതെ ജനാഭിമുഖ കുർബാന അർപ്പിക്കരുതെന്ന് എറണാകുളം മുൻസിഫ് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനെതിരെ വിമതർ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകി കുർബാന അർപ്പണം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് മാർ ഇഞ്ചനാനിയിൽ പള്ളിയിലെത്തി ഏകീകൃത കുർബാന അർപ്പിച്ചത്. അതേസമയം മാതാനഗർ പള്ളിയിൽ പുതുതായി അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ നീറിക്കോട് പള്ളി വികാരി ഫാദർ ജോർജ് മൂഞ്ഞേലിയെ കഴിഞ്ഞ ദിവസം സ്ത്രീകളടക്കം 13 പേരടങ്ങുന്ന ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നീറിക്കോട് പള്ളിയിലെത്തി ഫാദർ ജോർജ് മൂഞ്ഞേലിയെ വിരട്ടി മാതാനഗറിൽ ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ഭീഷണി മുഴക്കിയത്. മൂഞ്ഞേലി അച്ഛനെ ഭീഷണിപ്പെടുത്തിയ 13 പേരിൽ 5 പേരൊഴികെ ബാക്കിയുള്ളവരെയെല്ലാം ഉദയ കോളനിയിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന. കടുത്ത വിമതനായ മാതാനഗർ പള്ളി വികാരി ഫാദർ ബെന്നി പാലാട്ടിയും എറണാകുളത്തെ വിരമിച്ച ഒരു ബിഷപ്പിന്റെ സഹോദരിയായ കന്യാസ്ത്രീയും ചേർന്നാണ് ഇവരെ രംഗത്തിറക്കിയതെന്ന് ഇടവകക്കാർ ആരോപിക്കുന്നു. ഈ സംഘത്തെ വികാരി ഫാദർ ബെന്നി പാലാട്ടി കൂടെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി ഇവരെ വിമതപക്ഷത്തേക്ക് അടുപ്പിച്ചെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പള്ളിയുടെ ചുമതലയുള്ള പബ്ലിക് സ്കൂളിന്റെ മാനേജറായ ഫാദർ പാലാട്ടി സ്കൂളിന്റെ ഒരു അക്കൗണ്ട് വ്യക്തിഗത അക്കൗണ്ടാക്കി മാറ്റി സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഈ പണം ദുരുപയോഗം ചെയ്താണ് വിമത പ്രവർത്തനം നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വന്നാൽ കള്ളി വെളിച്ചത്ത് വരുമെന്ന് ഭയന്നാണ് ഗുണ്ടാ സംഘത്തെ രംഗത്തിറക്കിയതെന്നും ഇടവകക്കാർ കുറ്റപ്പെടുത്തുന്നു.